അപ്പോൾ അപ്പൻ പുറത്തു വന്നു. അവനകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നപ്പോൾ ഇരുന്നില്ല. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ, ഇംഗ്ലീഷിൽ എങ്ങനെയാണ്, The father came out and entreated him. അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ മുമ്പാകെ വന്ന് തല കുനിച്ചു കൊടുത്തു. ഒരപ്പൻ ചെയ്യത്തില്ല, അന്നത്തെ കാലത്ത് ചെയ്യത്തില്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യത്തില്ല. അപ്പൻ ജഡ്ജിയാണ്, അപ്പൻ കുടുംബത്തിൻ്റെ രാജാവാണ്. അവൻ്റെ കേരളാകത്ത് പറയാമായിരുന്നു, എൻ്റെ കൊച്ചുനാളിൽ പറയായിരുന്നു. എൻ്റെ സ്വന്തം കസിൻ പ്രദേശന് അധികാരമാണ് കേരളാകത്തെന്ന് പറയാൻ. ആ കാലത്ത് ആരും ചെയ്യാത്ത സമയത്ത് അവൻ ചെന്ന് താന്നു കൊടുത്തു. നിൻ്റെ സഹോദരൻ്റെ മുമ്പിൽ നിനക്ക് ചിലപ്പോൾ താഴേണ്ടി വന്നാൽ ജയിക്കുന്നത് അവനല്ല, നീയാണ്. എപ്പോഴും എല്ലാവരോടും ചെയ്യാൻ ഒക്കത്തില്ല എന്നും എനിക്ക് അറിയാം, നല്ലതുപോലെ അറിയാം. ചിലരോട് ചില കട്ടിയായിട്ട് പറയേണ്ടി വരും. അപ്പൻ വന്നിട്ട് താണു കൊടുത്തു. 29ാമത്തെ വാക്യം. എന്നിട്ട് ആ മകൻ ഇങ്ങനെ പറഞ്ഞു, അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടത് നീ ഒരിക്കലും എനിക്കൊരാട്ടിൻകുട്ടിയെ തന്നില്ല. 4 കുറ്റം അപ്പൻ്റെ പറയുകയാണ്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. അവൻ ഇത്ര കാലമായിട്ട് ഞാൻ നിന്നെ സേവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സേവിച്ച വർഷത്തിൻ്റെ കണക്ക് പറഞ്ഞാണ്. 29 വർഷം 3 മാസം 2 ദിവസം 6 മണിക്കൂർ 29 സെക്കൻഡ് കണക്ക് നോക്കി പറഞ്ഞാണ്. ചോദ്യം ചോദിക്കാൻ പോവാ. നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ ഒക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തതിൻ്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. കർത്താവെ, ഞാൻ എൻ്റെ ജോലി വിട്ടു. എൻ്റെ കർത്താവെ, വേറെ ആരും പോകാൻ ധൈര്യപ്പെടാത്തവർക്കൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തെ പണയം വെച്ചുകൊണ്ട് പോയി. എന്നോട് കരുണ അറിവില്ലായ്മയുടെ കാലത്ത് ഇപ്പോൾ പറയത്തില്ല. ഇപ്പോൾ എനിക്ക് അവൻ എന്നെ അനുഗ്രഹിക്കേണ്ടത് ഞാൻ അവന് ചെയ്തതിൻ്റെ കണക്ക് പറഞ്ഞിട്ടല്ല, അവൻ കരുണാസമ്പന്നനായ അപ്പനാകിയാൽ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കണക്ക് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തതിൻ്റെ കണക്ക് പറയാതെ അവൻ അപ്പനാകിയാൽ, അവൻ നല്ലവനാകിയാൽ, അവൻ കരുണാസമ്പന്നനാകിയാൽ, അവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നുള്ള വിശ്വാസത്താൽ ദൈവത്തോട് ചോദിക്കുക. അവൻ പറഞ്ഞത്, ഞാൻ ഇത്ര വർഷമായിട്ട് നിന്നെ സേവിക്കുന്നു, ഞാൻ നിന്നെ സേവിക്കുന്നു. ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് അവന് വേണ്ടി സെർവ് ചെയ്യുകയാണോ അതോ സന്തോഷത്തോടെ അവൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയാണോ? ഒരു ഉദാഹരണം പറയാം. എൻ്റെ പപ്പായ്ക്ക് ഒരു കൊച്ചു തോട്ടമുണ്ടായിരുന്നു, കുറച്ച് തോട്ടം, 3.5 ഏക്കർ പുനലൂരിൽ, ഇപ്പോഴില്ലത്. ഞാൻ പട്ടാളത്തിൽ നിന്ന് അവധിക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്നത് വേറൊരിടത്താണ്, അവിടെ കുറച്ച് തോട്ടമൊക്കെ ഉണ്ട്. ഇവിടെ വേറൊരിടത്തൊരു 3.5 ഏക്കറുണ്ട്. ഞാൻ പപ്പായടുക്കൽ പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ആളുകളെ കൊണ്ട് കുഴി കുഴിപ്പിച്ചിട്ട് അതിനകത്തൊക്കെ വളമിടും. തിരിച്ചു വന്ന് കഴിഞ്ഞുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ കൊച്ചുതോട്ടം, അതും കൊച്ചുതോട്ടമാണ്, അതിനവിടെയും ഞാൻ വളമിടിക്കും. ഞാൻ പോകാൻ നേരം എൻ്റെ അമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്, എൻ്റെ മോനെ വീട്ടിലെ എല്ലാ ജോലിയും നീ തീർത്തിട്ടാന്നല്ലോടെ പോകുന്നത്. ഞാൻ പറയാനെന്താ, ഞാൻ അമ്മച്ചിയുടെ മോനല്ലയോ, ഞാൻ അടുത്ത വർഷം വരും, ഞാൻ അന്നേരം ചെയ്യും. ഞാനൊരു വേലക്കാരനായിട്ടല്ല അവൻ്റെ അമ്മച്ചിയുടെയും അപ്പയുടെയും വേല, ഞാൻ മകനായിട്ടാണ്. വ്യത്യാസം മനസ്സിലായി? ഒന്ന്, നിങ്ങൾക്ക് വേലക്കാരനായിട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യാം. 2, ദൈവ പൈതലാകിയാൽ അപ്പച്ചൻ്റെ വേല ചെയ്യുന്നതിൽ സന്തോഷം. ഇനിയും പറയുന്നത് കേട്ടാട്ട്, നിങ്ങൾ ഏതെങ്കിലും ചർച്ചിൽ ചെന്നാൽ വെറുതെ ചർച്ചിൽ ചെന്ന് കസേര ചൂടാക്കാനായിട്ട് അവിടെ ഇരിക്കരുത്. പിന്നെയോ ഏതെങ്കിലുമൊക്കെ വേല സന്തോഷത്തോടെ ചെയ്യണം. അവിടുത്തെ കക്കൂസ് വൃത്തികേടാണെങ്കിൽ കക്കൂസ് കഴുകിടണം. അവിടുത്തെ പാട്ടുപുസ്തകങ്ങൾ പെറുക്കി വെച്ച് കൊടുക്കണം. അവിടുത്തെ കസേരകളൊക്കെ നേരെയാക്കി കൊടുക്കണം. അവിടുത്തെ തറയൊക്കെ തുടച്ചു കൊടുക്കണം. ഏതെങ്കിലുമൊക്കെ വേല ചെയ്യുന്നവരായിരിക്കണം. വെറുതെ കസേര ചൂടാക്കാനായിട്ട് പോയിരിക്കരുത്. എൻ്റെ മക്കൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 5 കുഞ്ഞുങ്ങൾ, ഒരാൾ വേറൊരാളിനെ കൂടെ ഞങ്ങൾ എടുത്തു വളർത്തുന്നുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഞാൻ കാർബൺ പേപ്പർ വെച്ചിട്ട് ടൈപ്പ് ചെയ്യും എഴുത്തും 2-3 പേജുകൾ കാണും. ഞാൻ മക്കളുടെയൊക്കെ പറയും, നിങ്ങൾ പോകുന്ന ചർച്ചിൽ വെറും കാഴ്ചക്കാരായിട്ട് പോകരുത്. ഒത്തിരി പേരും കാഴ്ചക്കാരായിട്ടാണ് പോകുന്നത്. രാവിലെ 10 മണിക്ക് ആരാധന തുടങ്ങുന്നെങ്കിൽ അവർ വരുന്നത് 10:30 ആകുമ്പോഴാണ്. ബാക്കിയുള്ളവരൊക്കെ കസേരയിട്ട് ഞങ്ങൾ വന്ന് ഇരുന്ന് തരാം. 12 മണിക്ക് ആരാധന തീരുന്നുടനെ അവർ ചാടി വെളിയിലിറങ്ങി 1/2 മണിക്കൂർ കഴിഞ്ഞേ പോകത്തുള്ളൂ. എന്നാൽ അവിടെ നിന്നിട്ട് എന്താണ് സഭയിലെ ആവശ്യം? കസേര പെറുക്കി കൂട്ടണമോ, പാഠ്യപുസ്തകങ്ങൾ എടുത്ത് വെക്കണമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഞാൻ പറയും, നിങ്ങൾ കാഴ്ചക്കാരായിട്ട് പോകരുത്. നിങ്ങൾ അവിടുത്തെ വർക്കേഴ്സായിട്ട് പോകണം, നിങ്ങൾ അവിടുത്തെ മെമ്പേഴ്സായിട്ട് പോകണം. നിങ്ങൾ അതിനകത്ത് കാര്യമായി എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കണം. ഞാൻ നിങ്ങളെങ്കിലും പറയുകയാണ്, നിങ്ങൾ പോകുന്ന സഭയിൽ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷ സന്തോഷത്തോടെ ചെയ്യുന്നവരായിരിക്കണം. 1000 രൂപ തന്നിട്ടല്ല,
ആര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ആളുകൾ ഓടി നടക്കുന്നു. അവരാരും എൻ്റെ കയ്യിൽ നിന്ന് രൂപ കിട്ടിയിട്ടല്ല, അവർ വാളണ്ടിയറായിട്ട് ജോലി ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ ബാഗ് എടുത്ത് നടക്കുന്നത് ഭാഗ്യമാണ്. അവരുടെ തുണി കഴുകി കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ്. അവരിരുന്ന് കഴിയുമ്പോൾ അവരുടെ ഷൂസ് വൃത്തികേടാണെങ്കിൽ അതൊന്ന് തുടച്ചു കൊടുക്കുന്നത് ഭാഗ്യമാണ്. അവർക്ക് വേണ്ടി ചൂടുവെള്ളം കൊണ്ട് കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ്. നിങ്ങൾ പോകുന്ന ചർച്ചിനകത്തെ കക്കൂസ് കഴുകിടുന്ന ഒരു ഭാഗ്യമാണ്. അവിടുത്തെ കസേര തുടച്ചിടുന്ന ഒരു ഭാഗ്യമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പറയുകയാണ്, ഞാൻ ഇത്രയും നാളായിട്ട് നിന്നെ സേവിക്കുന്നു, നിൻ്റെ കൽപ്പനയൊന്നും ലംഘിച്ചിട്ടില്ല. നല്ലവനായിരുന്നു അവൻ, കൽപ്പനയൊന്നും ലംഘിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാൻ പോവാ. ഞാൻ യാക്കോബ സഭയിലാണ് വളർന്നു വന്നത്. അവിടുത്തെ സൺഡേ സ്കൂളിൽ പോകുന്ന കാലത്ത് ഒന്നാം ക്ലാസ്സോ 2ാം ക്ലാസ്സിലോ എങ്ങാണ്ടാണ് അവിടെ ഒരു ചോദ്യമുണ്ട്, പാപമെന്നാൽ എന്ത്? അതിന് പഠിപ്പിക്കുന്ന മറുപടി, പാപമെന്നാൽ ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യുകയും ചെയ്യുന്നതാണ് പാപം. ഇവിടുത്തെ പകുതി കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ നിൻ്റെ കൽപ്പനയൊന്നും ലംഘിച്ചിട്ടില്ല. 2ാമത്തെ ചോദ്യം മറ്റേത് പറയുന്നില്ല. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കുകയാണ്, ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ചെയ്യുന്നുണ്ടോ? ആരാധനയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമോ? അതോ മഴയുണ്ടെങ്കിൽ പോകത്തില്ലയോ? തെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ എന്ന് ചർച്ചിൽ പോകുമോ എന്നാണ് എൻ്റെ ചോദ്യം. ചർച്ചിൽ പോകണം, ദശാംശം കൊടുക്കണം. ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യണം, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യരുത്. തിന്നാൻ പാടില്ലാത്തത് തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ലാത്തത് കുടിക്കാൻ പാടില്ല, കാണാൻ പാടില്ലാത്തത് കാണാൻ പാടില്ല, നോക്കാൻ പാടില്ലാത്തത് നോക്കാൻ പാടില്ല. കണ്ണുകൾ ചെന്ന് പെട്ടാൽ അതിവേഗത്തിൽ കണ്ണുകൾ തിരിച്ചെടുക്കണം. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യരുത്. അവൻ 2ാമത് സ്വയം നീതീകരിക്കുകയായിരുന്നു. പറഞ്ഞു, ഞാൻ ഇത്രയും നാളായിട്ട് നിന്നെ സേവിച്ചു, നിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികൾ മയാനിക്കൽ നീ ഒരിക്കലും എനിക്കൊരാട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. അവൻ്റെ ലക്ഷ്യം ചങ്ങാതികളുമായിട്ട് രസിക്കേണ്ടത്, ഒരാട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. അപ്പനുമായിട്ട് രസിക്കാനായിട്ടാണോ? അപ്പനുമായിട്ട് കൂടെ ഇരിക്കാനാണോ? എത്ര നേരം? നിങ്ങളുടെ ചോദ്യം ചോദിക്കാൻ പോവാ. നിങ്ങളൊരു ഡിസ്റ്റർബിങ് ക്വസ്റ്റ്യൻ. നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ, ഈ ആഴ്ചയല്ല കഴിഞ്ഞ ഒരാഴ്ചയിൽ എത്ര മണിക്കൂർ ടെലിവിഷൻ കണ്ടു? സീരിയൽ, ഫലിതം, കോമഡി ടൈം, പിന്നെ ടോം ആൻഡ് ജെറി, ഇങ്ങനെയുള്ള ന്യൂസ് എല്ലാം കൂടെ ഡിസ്കവറി ചാനൽ എല്ലാം കൂടെ എത്ര മണിക്കൂർ കണ്ടു? എത്ര ടോട്ടൽ നിങ്ങളെ കുട്ടിക്ക്? തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച എത്ര മണിക്കൂറുണ്ട്? ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഡിസ്റ്റർബിങ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എത്ര നേരം അപ്പച്ചൻ്റെ കൂടെ ഇരുന്നു? ടെലിവിഷന് ഞാൻ എതിരല്ല, നല്ലതാണ്. പക്ഷേ ഇത് തമ്മിലൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ പറയുകയാണ്, എൻ്റെ ചങ്ങാതികളുമായി രസിക്കേണ്ടതിന് അവൻ്റെ പർപ്പസ് അതായിരുന്നു. അപ്പച്ചനുമായിട്ട് സമയം ചെലവഴിക്കുന്നതല്ല, ഫ്രണ്ട്സുമായിട്ട് തീർച്ചയായിട്ടും സമയം ചെലവഴിക്കണം. പക്ഷെ അതിൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, ദൈവത്തിന് കൊടുക്കുന്ന സമയം കുറഞ്ഞു പോകരുത്. നീ ഒരിക്കലും ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. അവന് പറയാനുള്ളത് അപ്പച്ചൻ കൊടുക്കാതിരുന്ന ഒരു കൊച്ചാട്ടിൻകുട്ടിയുടെ കഥയാണ്. അപ്പച്ചൻ കൊടുത്തിട്ടുള്ള, അവൻ ആടിനെ കൊടുത്തു കാണും, അവൻ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അവൻ ഷൂസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അവൻ്റെ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അവന് പലതും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൊടുത്തതിൻ്റെ കണക്ക് പറയുന്നില്ല, കൊടുക്കാത്തതിൻ്റെ കണക്ക് പറയുന്നു. ഒത്തിരി പേരും ദൈവത്തിൻ്റെ കണക്ക് പറയുമ്പോഴും ദൈവം ചെയ്യാത്തതിൻ്റെ കണക്കാണ് പറയുന്നത്. അല്ല, ദൈവം ചെയ്തിട്ടുള്ളതിനെ പറ്റി പറയണം, ദൈവം ചെയ്തിട്ടുള്ള നന്മയെ പറ്റി പറയണം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത്, തിരുവനന്തപുരത്ത് അന്നത്തെ കാലത്ത് സുപ്രസിദ്ധമായ ഒരു പ്രെയർ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രം പ്രെയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പ്. അന്ന് തിരുവനന്തപുരം മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു പ്രെയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പാണ്. അവരെന്നെപ്പറ്റി കേട്ടു. ഞാൻ വടക്കേ ഇന്ത്യയിൽ കഷ്ടപ്പെടുന്നു. കടയ്ക്കൽക്കാരനൊരു സാമുവൽ സാറുണ്ട്. അദ്ദേഹം അവരുടെ ഇവിടെ വന്ന് പറഞ്ഞു, സാമുവൽ സാറിന് എൻ്റെ അപ്പച്ചനെ അറിയാം, എൻ്റെ ഭാര്യ വീട്ടുകാരെ അറിയാം. വന്നിട്ട് അവരുടെയൊക്കെ പറഞ്ഞു, ഇങ്ങനെ നല്ല കുടുംബത്തിൽ പിറന്ന ഒരു മനുഷ്യൻ, നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പെങ്കൊച്ച്, ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ ഒരു പെങ്കൊച്ച്, അവർ രണ്ടും കൂടെ കാശ്മീരിൽ ചെന്ന് തോട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഇവിടെയുള്ളവർക്ക് സങ്കടം തോന്നി. ഇവിടെ ഉണ്ടായിരുന്ന പട്ടത്തുള്ള ചാണ്ടി സാറ് ഒരെഴുത്തെഴുതി, എനിക്കെഴുത്തെഴുതി, വർഗീസ് ബ്രദർ അടുത്ത പ്രാവശ്യം തിരുവനന്തപുരത്ത് വരണം, വരുമ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വരണം. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം എന്നെ ജോസഫ് സാറിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു. എ ജെ ജോസഫ് സാറും ചാണ്ടി സാറും കൂടെ എൻ്റെ ഒക്കെ പറഞ്ഞു, ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ മീറ്റിംഗാണ്,
വർഗീസ് ബ്രദർ അവിടുത്തെ കഷ്ടപ്പാടിനെ പറ്റി ഒന്ന് പറയണം. ഞാൻ പറയത്തില്ല. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടത്തെപ്പറ്റിയും നഷ്ടത്തെപ്പറ്റിയും പറയാനല്ല. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ സ്തുതി പാടാനായിട്ടാണ്. നിൻ്റെ കഷ്ടത്തെപ്പറ്റി പറഞ്ഞാൽ ആ കഷ്ടത്തിനപ്പുറത്ത് ദൈവം നിന്നെ എങ്ങനെ വിടുവിച്ചു എന്ന് പറയുവാൻ ഇടയായിത്തീരണം. പണ്ട് തിരുവനന്തപുരത്ത് സോർബോ എന്ന് പറയുന്നൊരു സായിപ്പ് ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ ദൂരെ നിന്ന് ഒരു കൺവെൻഷന് പ്രസംഗിക്കുന്നതേ കേട്ടിട്ടുള്ളൂ. അസംബ്ലി സ്കൂളിലെ മിഷണറി ആയിരുന്നു. അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പാസ്റ്റർമാരെയൊക്കെ സഹായിക്കാനായിട്ട് രൂപ കൊടുക്കും ചർച്ച പണിക്ക്. ഒരു പാസ്റ്റർക്ക് രൂപ കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ കണക്ക് കൊണ്ട് ഏൽപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ കിട്ടിയ കണക്കിനകത്ത് അദ്ദേഹം വായിച്ചുകൊണ്ട് നമ്മൾ സിമെൻറ്റ് വാങ്ങിച്ചത് 1000 രൂപ, കമ്പി വാങ്ങിച്ചത് 2000 രൂപ, മേശിരിമാർക്ക് കൊടുത്തത് 3000 രൂപ, പിന്നെ കുററ പണികൾ. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കളിപ്പിക്കാൻ എഴുതിയിരിക്കുവാണെന്ന്. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം നേരെ ചെന്നിട്ട് അന്നത്തെ ഇവിടുത്തെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ PD ജോൺസൻ്റെ അടുക്കൽ ചെന്ന് വെച്ച് പറഞ്ഞു, ഈ പാസ്റ്ററെ വിളിക്കണം, ഇദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യണം. എന്തോ പറ്റി? പറഞ്ഞ ഇയാൾ എന്നെ കളിപ്പിച്ചിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു 600 രൂപ കുററ പണി. അങ്ങനൊരു പണിയില്ല. സായിപ്പിന് ചിരിച്ചേ മലയാളം അറിയത്തുള്ളൂ. PD ജോൺസൺ പാസ്റ്റർ ചിരിച്ചോണ്ട് പറഞ്ഞു, സായിപ്പേ ഇത് കുററ പണിയല്ല, അറ്റകുറ്റപ്പണി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴാ സായിപ്പിന് മനസ്സിലായി ഇന്ന് ഒത്തിരി പേരുടെയും ജീവിതത്തിനകത്ത് കുററ പണികളാണ്. പാടില്ല. ദൈവം ചെയ്തിട്ടുള്ള നന്മകളെ പറ്റി പറഞ്ഞാട്ടെ. ആ സോർബോ സാഹിബ് ഇങ്ങനെ ഒരിക്കൽ ഒരു കൺവെൻഷന് പ്രസംഗിച്ചു, ഒരു മാസയോഗത്തിന് പ്രസംഗിച്ചു. അന്നത്തെ കാലത്ത് പെന്തിക്കോസ്തുകാർക്ക് മാസയോഗം എന്നൊരു കാര്യമുണ്ട്. അവിടെ കുറേ ക്രിസ്ത്യാനികൾ, കുറച്ച് പേരേ ഉള്ളല്ലോ, അവിടെ 5-6 ക്രിസ്ത്യാനികൾ വേറെടുത്ത്, 2-3 ക്രിസ്ത്യാനികൾ വേറെടുത്ത്, 3-4 പെന്തിക്കോസ്തുകാർ, അവരെല്ലാം കൂടെ മാസത്തിലൊരിക്കൽ കൂടി വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കും, ആശ്വസിപ്പിക്കും. അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞ് വെച്ച് ഒരു പാട്ടുമൊക്കെ പാടും, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, എന്നിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചുകൊണ്ട് അടിയും നിന്നയൊക്കെ ഉണ്ട്. രണ്ടാമത്തെ സൗകര്യം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, 13 വർഷത്തിന് മുമ്പ് ഞാൻ ദൈവത്തിനായിട്ട് ഇറങ്ങി തിരിച്ചു, എൻ്റെ വീട്ടിൽ നിന്ന് സ്വത്ത് കിട്ടിയില്ല, കഷ്ടം ഒത്തിരിയുണ്ട്. അവസാനം സായിപ്പ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. സായിപ്പ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല. The Malayalis are notoriously famous. Whenever they will have an opportunity to talk about their God, they will be talking about their customs and nashtams. ഞാൻ പറഞ്ഞല്ല, സായിപ്പ് പറഞ്ഞാണ്. മലയാളികൾ സുപ്രസിദ്ധരാണ്. അവർക്ക് അവരുടെ ദൈവത്തെ പറ്റി പറയാൻ സൗകര്യം കൊടുത്താൽ, സമയം കൊടുത്താൽ അവർക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചതിനുള്ള കഷ്ടനഷ്ടത്തെ പറ്റിയാണ്. നിങ്ങളത് പറയരുത്. ദൈവത്തിൻ്റെ നന്മകളെ പറ്റി പറയണം. നിങ്ങൾക്ക് ബട്ടൺസ് എന്നതിൻ്റെ കഥയെ പറ്റി പറയണം. നിങ്ങളുടെ വീട്ടിൽ ആഹാരം ഇല്ലാതെ ഇരുന്നപ്പോൾ ഒരാൾ ആഹാരം കൊണ്ടുവന്ന് വെച്ചിട്ട് പോയതിനെ പറ്റി പറയണം. നിങ്ങൾക്ക് വണ്ടിയില്ലാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതിൻ്റെ കഥ, നിങ്ങൾക്ക് വീട് തന്ന കഥ, നിങ്ങളെ ഉയർത്തിയതിൻ്റെ കഥ, നിങ്ങളുടെ കൈകളെ പിടിച്ച് അവൻ മേളിലോട്ട് ഉയർത്തി നിങ്ങളെ പാറമേൽ നിർത്തിയതിൻ്റെ കഥ പറയുക. അവന് പറയാനുണ്ടായിരുന്ന ഒരു ആട്ടിൻകുട്ടിയെ തരാത്തതിൻ്റെ കഥയാണ്. അവൻ എന്തെല്ലാം ഈ അപ്പച്ചൻ കഴിഞ്ഞ 30-40 വർഷത്തിനകത്ത് കൊടുത്തു, അതിനെപ്പറ്റി ഒന്നും പറയാതെ കിട്ടാതിരുന്നതിൻ്റെ കഥ. നിങ്ങളത് പറയാൻ പാടില്ല. നിങ്ങൾ അപ്പച്ചൻ ചെയ്തിട്ടുള്ള നന്മകളെ പറ്റി പറയുന്നവനായിരിക്കുക. 30-ാമത്തെ ഇനി 4 പരാതിയുണ്ട്. വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്നുത്തരം പറഞ്ഞു. 1, ഈ നിന്റെ മകൻ വേശ്യമാരോടുകൂടെ സമ്പത്ത് നശിപ്പിച്ചു കളഞ്ഞു. ഈ ചെറുപ്പക്കാരൻ വേശ്യമാരുടെ അടുക്കൽ പോയെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? വീട്ടിൽ പോയി ദിവസം വായിച്ചാട്ടെ, 15-ാം അധ്യായം വായിച്ചാട്ടെ. അവൻ കൂട്ടുകാരോടുകൂടെ ധൂർത്തടിച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ ചെറുപ്പക്കാരൻ വിചാരിച്ചു, അങ്ങനെ ചെയ്തെങ്കിൽ മറ്റേതും ചെയ്ത് കാണും. കണക്കൂട്ടി പറഞ്ഞ നിങ്ങൾ വേറൊരാളിനെ പറ്റി പറയുന്നത് ശ്രദ്ധിച്ചായിരിക്കട്ടെ. ഉണ്ടാക്കി പറയരുത്, കൂട്ടി പറയരുത്, മസാല ചേർത്ത് പറയരുത്, നിറം ചേർത്ത് പറയരുത്. പറയേണ്ടതും ആവശ്യമുണ്ടെങ്കിൽ പറയാവൂ. അല്ലല്ല, തെറ്റിപ്പോയിരിക്കും. ആവശ്യമുണ്ടെങ്കിൽ പറയരുത്. അത്യാവശ്യമാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറയരുത്. ദൈവം എന്നെ അനുഗ്രഹിക്കാനുള്ള പല കാരണങ്ങളിലൊന്നാണ്. എൻ്റെ വീട്ടിൽ സന്നിഹിതരില്ലാത്ത ഒരാളെൻ്റെ കുറ്റം പറയുന്നില്ല. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നാൽ അവിടെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ വാചകം നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാം. പ്ലീസ് ഡു നോട്ട് ക്രിട്ടിസൈസ് സംബഡി ഹു ഈസ് നോട്ട് പ്രസൻറ്റ് ഹിയർ. ഇവിടെ സന്നിഹിതരില്ലാത്ത ഒരാളെൻ്റെ കുറ്റം പറയരുത്. നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് കയറി വന്നാൽ അവിടെ വലിയ അക്ഷരത്തിൽ അവിടുത്തെ ഭീമിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇവിടെ സന്നിഹിതരല്ലാത്ത കത്തോലിക്കരുടെ, മർത്തോമക്കാരുടെ, യാക്കോബക്കാരുടെ, ഇവാഞ്ചലിക്കലുകാരുടെ, CSIക്കാരുടെ, മെത്തഡിസ്റ്റുകാരുടെ, പെന്തിക്കോസ്തുകാരുടെ
കുറ്റം പറയാൻ പാടില്ല. മറ്റുള്ളവരെ കുറ്റം പറയാത്തത് കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എൻ്റെ സംഘടനയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാനും നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ തത്വം പറഞ്ഞു തരികയാണ്. കുറ്റം പറയരുത്. ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കി പറഞ്ഞതാണ്. ആരെങ്കിലും ഇനിയും പറയുന്നത് കേട്ടാട്ടെ. അവൻ ദുഃഖപര്യവസാനിയായി ഈ കഥ തീർന്നതിന് കാരണം അവൻ പറയുക മാത്രമല്ല, അവൻ ഉറക്കെ പറഞ്ഞു. 10 പേര് കേൾക്കണം, അവിടെ വന്നിരിക്കുന്ന നൃത്തം ചെയ്യുന്നവർ കേൾക്കണം. അവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, വേശ്യമാരോടുകൂടെ നിങ്ങളുടെ സഹോദരൻ്റെ കാര്യം നിങ്ങൾ ഉറക്കെ പറയുമോ? അവൻ ചെയ്തത് സത്യമാണെങ്കിലും പറയുമോ? ഞാൻ രാവിലെ പറയുണ്ടായി, അത് നിന്റെ മോനായിരുന്നെങ്കിൽ പറയത്തില്ലായിരുന്നു, നിന്റെ മകളായിരുന്നെങ്കിൽ പറയത്തില്ലായിരുന്നു. സഹോദരനായതുകൊണ്ടല്ലേ പറയരുത്. അനുഗ്രഹം പ്രാപിക്കാനുള്ള തത്വം ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. നിന്റെ സഹോദരൻ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ പറയാം, അവൻ്റെ നേരിട്ട് പോയി പറയുക, സഹോദര നീ ചെയ്ത് ഞാൻ കേട്ടല്ലോ, നേരാണോ അന്വേഷിച്ചാട്ടെ. അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കേട്ട പലതും ശരിയാകണമെന്നില്ല. അവൻ പറഞ്ഞു, വേശ്യമാരോടുകൂടെ മുതൽ നശിപ്പിച്ച് കളഞ്ഞ നിന്റെ ഈ മകൻ രണ്ടാമത് പറഞ്ഞ് ശരിയാ, മുതൽ നശിപ്പിച്ചു, പക്ഷെ വേശ്യമാരുടെ കൂടെ ആയിരിക്കാം, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല, അവൻ ഊഹിച്ച് പറഞ്ഞതാണ്. മൂന്നാമത്തെ കാര്യം, നിന്റെ ഈ മകൻ, അവൻ്റെ സഹോദര സ്നേഹം നഷ്ടപ്പെട്ടു. എൻ്റെ സഹോദരൻ എന്ന് പറയേണ്ടതിന് പകരം നിന്റെ ഈ മകൻ. ചോദിക്കുകയാണ്, IPC-കാരനെ പറ്റി നിങ്ങൾ എന്തുവാ വിചാരിക്കുന്നത്? അസംബ്ലിസോടുകാരനെ പറ്റി നിങ്ങൾ എന്തുവാ വിചാരിക്കുന്നത്? മർത്തോമക്കാരനെ നിങ്ങളുടെ ഉപദേശക്കാരനായിരിക്കണമെന്നില്ല, പക്ഷേ എൻ്റെ സഹോദരൻ എന്നുള്ളതിന് പകരം, എൻ്റെ കർത്താവിൻ്റെ വേലക്കാരൻ എന്നുള്ളതിന് പകരം ആ IPC-കാരൻ, അസംബ്ലി സഹോദരൻ എന്നായി പോയോ? സഹോദര സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടോ? ഞാനീ പറയുന്നത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. ദൈവത്തിൻ്റെ കൃപയാൽ മനസ്സാന്തരപ്പെട്ട കത്തോലിക്കിലെ പട്ടക്കാരൻ, മനസ്സാന്തരപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച കത്തോലിക്കിലെ പട്ടക്കാരെ എൻ്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ കാല് കഴുകാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പെന്തിക്കോസിലെ ബ്രദറുകാരുടെ അനേക ദൈവദാസന്മാരുടെ കാലുകൾ കഴുകുവാനുള്ള ഭാഗ്യം എൻ്റെ സ്വർഗസ്ഥനായ ദൈവം എനിക്ക് തന്നു. എൻ്റെ നോട്ടത്തിൽ കത്തോലിക്കരെന്നില്ല, മർത്തോമക്കാരെന്നില്ല, IPC-കാരെന്നില്ല, അസംബ്ലി സഹോദരന്മാരെന്നില്ല. എൻ്റെ നോട്ടത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ വേലക്കാരൻ, എൻ്റെ സഹോദരൻ, നിൻ്റെ മകനെന്നല്ല, എൻ്റെ സഹോദരൻ. നിൻ്റെ സഹോദര സ്നേഹം നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. ഈ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടി അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. തടിപ്പിച്ച കാളക്കുട്ടിയെ മാത്രമേ അറക്കത്തുള്ളൂ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ആസ് സൂൺ ആസ് ഹി കെയിം, ഇംഗ്ലീഷിനകത്ത് കുറച്ചുകൂടെ വ്യക്തമാണ്. നിന്റെ മകൻ വന്ന് കയറിയ ഉടനെ എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കാതെ നീ ചെയ്തു. ഞാൻ വന്നിട്ട് എൻ്റെ അടുക്ക കൂടെ അഭിപ്രായം പറഞ്ഞിട്ട് പിന്നെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു നല്ലതാ, ശരി നമുക്ക് ചെയ്തില്ലേ. ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നു. നീ പോകുന്ന കൂട്ടായ്മയിൽ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ്. നീ പോകുന്ന സഭയിൽ നിങ്ങളോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്താൽ അതിനെ എതിർക്കുമോ? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്താൽ കോൺഗ്രസ് ഗവൺമെൻറ് എതിർക്കും, ഇല്ലേ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പെട്രോളിന് വില കൂടിയാൽ കോൺഗ്രസ്സുകാർ എതിർക്കും. കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പെട്രോളിന് വില കൂടിയാൽ കമ്മ്യൂണിസ്റ്റുകാരനെ എതിർക്കും, ഇല്ലയോ? നമ്മളതുപോലെയാകരുത്. നല്ല കാര്യം കണ്ടിട്ട് അപ്ലാസ് ചെയ്യുവാൻ പഠിക്കണം. 31. അന്നേരം അപ്പച്ചൻ പറഞ്ഞൊരു വാചകം, എൻ്റെ തീം മെസ്സേജ്, കാണാതെ പഠിക്കാൻ കൊള്ളാവുന്ന വാചകം. അയാൾ പള്ളിയിൽ എൻ്റെ ആട്ടോഗ്രാഫ് ചെയ്യാനായിട്ട് വരും. വേദപുസ്തകം തരും, ചിലപ്പോൾ ഒരു നോട്ട്ബുക്ക് തരും, ഒരു കടലാസ് തരും, എന്നിട്ട് പറയും ഇതിനകത്തുനിന്ന് ആട്ടോഗ്രാഫ് ഒപ്പിട്ട് കൊടുക്കാം. ഞാൻ ഒപ്പിടുന്ന സമയത്ത് എഴുതുന്ന വാചകം ഇതാണ്, ലൂക്കോസ് 15:31. ശ്രദ്ധിച്ചാട്ടെ, ഓർത്തിരിക്കാൻ. പണ്ട് എൻ്റെ വീട്ടിലൊരു പുൽപ്പായ ഉണ്ടായിരുന്നു. ഭിത്തിയെ തൂക്കിയിടുന്ന ഒരു പുല്ലുകൊണ്ടുള്ള പുൽപ്പായ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഈ വാചകം ഒരു പെയിൻറ്ററെ കൊണ്ട് എഴുതിച്ചിട്ട് ഭിത്തിയെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴില്ല, പണ്ടുണ്ടായിരുന്നു. എന്താണ് ആ വാചകം? അതിനപ്പൻ മകനോട് പറയുകയാണ്, മകനെ നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. നിങ്ങൾ അപ്പച്ചൻ്റെ കൂടെ ഇരിക്കാമെങ്കിൽ, അപ്പച്ചൻ പറഞ്ഞാണ്, യേശു പറഞ്ഞതാണിത്, മോനെ നീ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റെതാണ്. ദൈവത്തിൻ്റെതെല്ലാം നിൻ്റേതാകുവാൻ
ഇതാ ഒരു കുറുക്കു വഴി. അപ്പച്ചൻ്റെ കൂടെ ഇരുന്നാൽ മതി, ദൈവത്തിൻ്റെ കൂടെ ഇരുന്നാൽ മതി. ടെലിവിഷൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത്, ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ മുമ്പാകെ ഇരിക്കുന്ന സമയത്ത്, ഓഫീസിലെ പെൺകുട്ടിയോട് വർത്തമാനം പറയുന്ന സമയത്ത്, മോഷ്ടിക്കാൻ അവസരമുള്ള സമയത്ത് എല്ലാം നീ അപ്പച്ചൻ്റെ കൂടെ ആണെങ്കിൽ, അപ്പച്ചൻ്റെ കൂടെ ഇരിക്കാമെങ്കിൽ അപ്പച്ചനുള്ളതെല്ലാം നിൻ്റേതാണ്. യേശു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അപ്പച്ചൻ്റെ കയ്യിലുള്ളതെല്ലാം എൻ്റേതാക്കാം. ഇനിയും ചോദ്യം ചോദിക്കാൻ പോവാ. അപ്പച്ചൻ്റെ കയ്യിൽ എന്തൊക്കെയാണുള്ളത്? വരട്ടച്ചൊറി, പട്ടിണി, കഷ്ടത, കുടുംബ വഴക്ക്, ദാരിദ്ര്യം, ഞെരുക്കം, പഞ്ചം. ഇതൊക്കെയാണോ എൻ്റെ പിതാവിൻ്റെ പക്കലുള്ളത്? ഇല്ല. അവൻ്റെ പക്കൽ ഒന്നിനും കുറവില്ല, ഒരു നന്മയ്ക്കും കുറവില്ല. അവൻ്റെ പക്കലെല്ലാം ധാരാളമായിട്ടുണ്ട്. പക്ഷേ അത് കിട്ടുവാൻ നീയും ഞാനും എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട. ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ട് നീ അവിടെ മാറിയിരിക്കാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം അവനുള്ളതെല്ലാം നിനക്ക് തരും. അബ്രഹാമിനെ വിളിച്ചപ്പോൾ സ്വർഗസ്ഥനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ 12-ാം അധ്യായത്തിന്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിനകത്ത് 4 കൽപ്പന പറഞ്ഞിട്ട് 4 അനുഗ്രഹം കൊടുക്കുക. എന്നിട്ട് പറയുകയാണ്, എന്താണ് അനുഗ്രഹം? I will make you a great nation. ഞാൻ പറഞ്ഞ 4 കാര്യവും നീ ചെയ്ത് കഴിയുന്ന സമയത്ത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ട് നീ മാറി നിൽക്കുന്ന മതി, നീ ഒന്നും ചെയ്യണ്ട. നീ മാറി നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്നെ ആക്കി തീർക്കും, ഞാൻ നിന്നെ പണിത് ആക്കി തീർക്കും. ഞാൻ നിങ്ങളുടെ പറയുന്നു, ദൈവം പറഞ്ഞതെല്ലാം ചോദ്യം ചെയ്യാതെ അനുസരിച്ചിട്ട് മാറി നിൽക്കാമെങ്കിൽ അവൻ നിന്നെ പണിയും, അവൻ നിന്നെ ആക്കി തീർക്കും. ആളുകൾ എൻ്റെ വന്ന് ചോദിക്കും. ഞാൻ മദ്രാസിൽ പോയി ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന സമയത്ത് കുറച്ച് മലയാളികൾ എൻ്റെ വന്നു. ഒരാൾ എൻജിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ്. അയാൾ എൻ്റെ ചോദിച്ചു, വർഗീസ് ബ്രദർ സത്യം പറ, 10ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ? ഞാൻ പറഞ്ഞു, അല്ല, കുറച്ചുകൂടെ പഠിച്ചു. 11ാം ക്ലാസ് ഞാൻ 3 മാസം പോയതാ, PDCക്ക് 3 മാസം. എൻ്റെ ചോദിച്ചു, ഇത്രയും പഠിച്ചിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. എൻ്റെ ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ട് ഞാൻ മാറി നിന്നപ്പോൾ അവൻ എന്നെ അനുഗ്രഹിച്ചു. അവൻ എനിക്ക് മലയാളം തന്നു, അവൻ എനിക്ക് ഇംഗ്ലീഷ് തന്നു, അവൻ എന്നെ വേദപുസ്തകം പഠിപ്പിച്ചു, അവൻ എന്നെ എഴുതാൻ പഠിപ്പിച്ചു, അവൻ എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചു, അവൻ എന്നെ മാന്യനാക്കി, വലിയൊരു സംഘടന കൊണ്ട് നടക്കാനുള്ള ബുദ്ധി തന്നു. എങ്ങനെ? അവൻ പറഞ്ഞതനുസരിച്ചിട്ട് മാറി നിന്നപ്പോൾ. ഞാൻ നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തരികയാണ്. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ യേശു പറഞ്ഞത് 15-ാം അധ്യായത്തിന് 31-ാം വാക്യം, മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നീ എന്നോട് കൂടെ ഇരുന്നാൽ, നീ എൻ്റെ കൂടെ ഇരുന്നാൽ എൻ്റെ മുമ്പ്. അബ്രഹാമിൻ്റെ ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ എൻ്റെ മുമ്പാകെ നടക്ക, എന്നിട്ട് ഞാനൊന്ന് കാണട്ടെ, അപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ദൈവത്തിൻ്റെ മുമ്പാകെ നടക്കാമെങ്കിൽ, ദൈവത്തിൻ്റെ മുമ്പാകെ ഇരിക്കാമെങ്കിൽ, ദൈവത്തോട് കൂടെ ഇരിക്കാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും, ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അവൻ്റെ പക്കൽ 2ാം തരം അനുഗ്രഹമില്ല, അവൻ്റെ പക്കൽ 1ാം തരം അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ദൈവം നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. അവൻ്റെ കൂടെ ഇരിക്കുക. അവൻ്റെ പക്കൽ പഞ്ഞമില്ല, ഞെരുക്കമില്ല, ഒന്നിനും കുറവില്ല. അവനോട് ചോദിച്ചാൽ അവൻ നിനക്ക് ബുദ്ധി തരും, അവനോട് ചോദിച്ചാൽ അവൻ നിനക്ക് പരിജ്ഞാനം തരും, അവൻ നിന്നോട് ചോദിച്ചാൽ അവൻ നിനക്ക് വീട് തരും. നീ അവനോട് ചോദിക്കാമെങ്കിൽ നിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവൻ നിന്നെ വാലല്ല തലയാക്കി തീർക്കും. അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ. പക്ഷേ ഇന്നത്തെ തകരാറ്, ഒത്തിരി പേരും അവൻ്റെ കൂടെ ഇരിക്കുന്നില്ല, അവനോട് കൂടെ ഇരിക്കുന്നില്ല. അവനോട് കൂടെ ഇരിക്കാമെങ്കിൽ യേശു പറഞ്ഞു സംഭവിക്കും. എനിക്കുള്ളത് എല്ലാം, അടിവരയിടാം, എല്ലാം അവൻ്റെ പക്കലുള്ളതെല്ലാം അവൻ മക്കൾക്ക് തരും. അപ്പച്ചനൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പച്ചൻ്റെ ആഗ്രഹം തൻ്റെ മക്കൾ സമ്പന്നരായി തീരണമെന്നാണ്. അപ്പച്ചൻ്റെ ആഗ്രഹം നമ്മൾ ആരോഗ്യമുള്ളവരായി തീരണമെന്നാണ്. അപ്പച്ചൻ്റെ ആഗ്രഹം നമ്മൾ എന്നെങ്കിലുമൊക്കെ എല്ലാം കുഴപ്പത്തിലാവുമ്പം ദൈവത്തിൻ്റെ ഒക്കെ ചെല്ലുന്നതല്ല. നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിലും അവൻ്റെ കൂടെ ആയിരിക്കുക. ഒത്തിരി പേരും ദൈവത്തിൻ്റെ ഒക്കെ ചെല്ലുന്ന എപ്പോഴാണെന്നറിയാമോ? മോളൊരു മുസ്ലിമിൻ്റെ കൂടെ ഒളിച്ചോടുമ്പോഴാണ്. അയ്യോ, എൻ്റെ മോളൊരു മുസ്ലിമിൻ്റെ കൂടെ പോയി ഒന്ന് പ്രാർത്ഥിക്കും, നേരെയാക്കുക. പിന്നെ എനിക്ക് ജോലി അതാ, ബ്രദർ ഒന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ അങ്ങനെ ഉപവസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആഹാരം കഴിക്കുന്നപ്പോഴാ ഇല്ല, അവൻ്റെ കൂടെ ഇരിക്കുക. 32-ാമത്തെ വാക്യം, അപ്പൻ തുടരുകയാണ്, നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പാപിയായിരുന്ന ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ മധ്യത്തിൽ കാഹളമുണ്ട്, അവിടെ സംഗീതമുണ്ട്, അവിടെ നൃത്തമുണ്ട്, അവിടെ വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു പാപിയുടെ മാനസാന്തരം
സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നു. സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ ഒരേ ഒരു മാർഗം, ഒരു പാപിയുടെ മനസ്സാന്തരം. ഇവിടുത്തെ പ്രശ്നം ഇവിടെയല്ല. ആദ്യം 100-1 നഷ്ടമായിരുന്നു, അത് തിരിച്ചു കിട്ടി. ഇടയൻ പോയി അന്വേഷിച്ചു കൊണ്ടുവന്നു. 100-ന് 10 കാണാതായി, ഒരു ദ്രഹ്മപ്പണം കാണാതായി. അതും അവർ ചൂലെടുത്ത് അടിച്ചു വാരി കണ്ടുപിടിച്ചു. അതും അതിൻ്റെ ഉടമസ്ഥയെ അന്വേഷിച്ചു. മുടിയനായ പുത്രൻ പോയിട്ട് അപ്പൻ പോയില്ല. അപ്പൻ അന്വേഷിച്ചു പോയില്ല. തിരിച്ചു വരാൻ നിവൃത്തിയില്ലാത്തതിനെ അന്വേഷിക്കാൻ അപ്പച്ചൻ പോയി. പക്ഷെ തിരിച്ചു വരാൻ കഴിവുള്ളത് തിരിച്ചു വരണം. ദൈവം നിങ്ങളുടെ പുറകെ വരത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മുടിയനായ പുത്രൻ വന്നപ്പോൾ അവൻ ദൂരെ നിന്ന്, വേദപുസ്തകം പറയുന്നു, അവൻ ദൂരെ നിന്ന് വരുന്നത് അപ്പൻ എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ എഴിക്കകത്തുകൂടെ ജനലിനകത്തൂടെ നോക്കി നിൽക്കുകയായിരുന്നു. എൻ്റെ മകൻ എപ്പോൾ വരും? വർഷങ്ങൾ കഴിഞ്ഞിട്ടും അപ്പച്ചൻ കാത്തിരിക്കുന്നത് നിർത്തിയില്ല. മകൻ വരുന്നത് ദൂരെ നിന്ന് കണ്ടപ്പോൾ അപ്പച്ചൻ ഓടിച്ചെന്ന് ചുംബിച്ച് അവനെ വീട്ടിനകത്ത് കൊണ്ടുവരികയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും മനസ്സാന്തരപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ആര് ഇന്ന് മടങ്ങി വരും? 4-ാമത്തെ കാര്യം, ഒരുത്തൻ വീട്ടിലുണ്ടായിരുന്നു, 50% ഇന്ന് നഷ്ടപ്പെട്ടുള്ളൂ. 2-1, 100-50. ആ വീട്ടിലുണ്ടായിരുന്നവൻ നഷ്ടമായി. അവൻ അകത്ത് കയറാൻ വിസമ്മതിച്ച് വെളിയിൽ നിന്നു. ചോദിക്കുകയാണ്, നിങ്ങളിന്ന് പിന്മാറിപ്പോകുമോ? ഈ മൂത്ത മകനെ പോലെ പുറത്തായിരിക്കുമോ? അതോ പുറത്തായിരുന്ന മകൻ അകത്ത് വന്ന അപ്പച്ചനോട് കൂടെ ഇരുന്ന് സന്തോഷിച്ചതുപോലെ? അവിടുത്തെ ഹീറോ ആരായി മാറിയെന്നറിയാമോ? അപ്പച്ചനല്ല, തിരിച്ചു വീട്ടിൽ വന്നാണ്. വരുന്നവരെല്ലാം വന്നത് കാലെ കൊട്ടുക, തലയ്ക്ക് കയ്യിലൊക്കെ ഒന്ന് കൊട്ടുക, തലയ്ക്കൊക്കെ ഒന്ന് കൊട്ടുക. എൻ്റെ പൊന്നുമോനെ നീ വന്നല്ലോ. അവൻ അവിടുത്തെ ഹീറോ ആയി. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിലെ ഒരു ഹീറോ ആയിട്ട് നിങ്ങൾ മാറും, മടങ്ങി വന്നാൽ. എന്നാൽ മൂത്ത മകനോ, അവൻ വയലിലായിരുന്നു, അവൻ സുവിശേഷ വേലക്കാരനായിരുന്നു. അവൻ അകത്ത് വരുവാൻ വിസമ്മതിച്ച് അവൻ വെളിയിൽ നിന്നു. അവൻ അകത്ത് വന്നതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. പുറത്തു നിൽക്കുന്ന സഹോദര, പിന്മാറിപ്പോയ സഹോദര, അവിടെ നിൽക്കാതെ അപ്പച്ചനോടുകൂടെ അകത്ത് കടന്ന അപ്പച്ചനോട് മുടിയനായ പുത്രൻ പറഞ്ഞതുപോലെ, അപ്പച്ച എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അപ്പച്ചൻ്റെ ഇടത്തുവശത്തൊരാളും, കഥ അങ്ങനെ ആകാമായിരുന്നു, അപ്പച്ചൻ്റെ ഇടത്തുവശത്തൊരാളും വലത്തുവശത്തൊരാളും 2 പേർക്കും കൂടെ ചേർന്നിരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അവൻ ഹൃദയം കടുപ്പിച്ച് കഠിനപ്പെടുത്തി. അവൻ പുറത്തു നിന്നു, അകത്തു നിന്നവൻ പുറത്തായിപ്പോയി. അങ്ങനെ സംഭവിക്കാതെ ഇരിപ്പാൻ വേഗത്തിൽ അകത്ത് വന്ന് അപ്പച്ചനോട് ക്ഷമ ചോദിച്ച് അപ്പച്ചൻ്റെ അടുത്തിരുന്ന്, അപ്പച്ചൻ കൊടുത്തതെല്ലാം നീ എന്നോടുകൂടെ എപ്പോഴും ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. ഒരു ദിവസം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. വലിയൊരു വീട്ടിൽ താമസിക്കുകയാണ്. ആ വീട്ടുകാർ രാവിലെ 6 മണിയാകുമ്പം പോകും, വൈകുന്നേരം 6 മണിക്ക് മാത്രമേ വരത്തുള്ളൂ. ഭയങ്കര ഒരു വീടാണ്. അവർ ബിസിനസ്സിനായിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. അവരാഹാരമെല്ലാം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് പോകും. എനിക്ക് ആവശ്യമുള്ളത്രയും കഴിക്കാം, ബാക്കി അവരുടെ ഫ്രിഡ്ജിൽ കാണും. ഞാൻ ഉപവാസം എടുക്കാൻ നിശ്ചയിച്ചു. ഒറ്റയ്ക്കല്ലേ, എനിക്ക് ഒറ്റയ്ക്കായിരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, വടക്കേ ഇന്ത്യ അനുഗ്രഹിക്കണം, വടക്കേ ഇന്ത്യയിൽ ആത്മാക്കൾ രക്ഷിക്കട്ടെ, വടക്കേ ഇന്ത്യയിൽ സഭകൾ ഉണ്ടാകട്ടെ യേശുവേ. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ എന്തെങ്കിലും അതിന് വില കൊടുക്കണമെങ്കിൽ നീ എന്തൊക്കെ ചോദിച്ചാട്ടെ, ഞാൻ തരാം. പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, വടക്കേ ഇന്ത്യ സുവിശേഷീകരിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? വടക്കേ ഇന്ത്യയിൽ സഭകളില്ലാത്ത ഇടങ്ങളിൽ സഭകൾ ഉണ്ടാകുവാൻ എന്ത് ചെയ്യണം? നീ എന്ത് ചോദിച്ചാലും തരാൻ. പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. ദൈവം എന്നോട് എൻ്റെ ഭാര്യയെ ചോദിച്ചാൽ, എൻ്റെ കുഞ്ഞുങ്ങൾ 5 പേരെയും ചോദിച്ചാൽ, എൻ്റെ കുടുംബത്തെ ഒന്നിച്ച് ചോദിച്ചാൽ, ഞാൻ പേടിച്ചു പോയി. ഞാൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യു ആസ്ക്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, യു ആസ്ക്, ഐ വിൽ ഗിവ്. ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു ശപഥത്തിൽ ഒന്നായിരുന്നു അത്. ഏറ്റവും വലിയൊരു ശപഥം. യു ആസ്ക്, ഐ വിൽ ഗിവ്. മൈ വൈഫ്, മൈ ചിൽഡ്രൻ, യു ആസ്ക്, ഐ വിൽ ഗിവ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മുടിയനായ പുത്രൻ മടങ്ങി വന്നു, തെറ്റുകൾ ഏറ്റു പറഞ്ഞു. അപ്പച്ചനോട് തെറ്റുകൾ ഏറ്റു പറഞ്ഞപ്പോൾ
അവനെ കൊണ്ട് അവൻ്റെ വാക്കുകൾ മുഴുമിപ്പിക്കാൻ അപ്പച്ചൻ സമ്മതിച്ചില്ല. വേദപുസ്തകം വായിച്ചാട്ട്. എന്നാൽ ഇളയ മകൻ വന്ന് അപ്പച്ചനോട് വാദിക്കുകയായിരുന്നു. നിങ്ങളും അപ്പച്ചനോട് വാദിച്ചിട്ടുണ്ടോ? എനിക്കെന്താ ബുദ്ധി തരാഞ്ഞേ? എനിക്കെന്താ MBBS അഡ്മിഷൻ തരാഞ്ഞേ? എനിക്കെന്താ സൈക്കിൾ തരാഞ്ഞേ? എനിക്കെന്താ വീട് തരാഞ്ഞേ? സ്റ്റോപ്പ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അപ്പച്ചൻ്റെ കൂടെ എപ്പോഴും ഇരിക്കുക. ആരിരിക്കും? അപ്പച്ചൻ്റെ കൂടെ ആരിരിക്കും? ആര് തീരുമാനമെടുക്കും? ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ഇരിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, ഇന്ന് മുതൽ അപ്പച്ച, ഞാൻ അപ്പച്ചൻ്റെ കൂടെ ഇരിക്കാം. അപ്പച്ചനുള്ളതൊക്കെ എനിക്ക് തന്നാലും തന്നില്ലെങ്കിലും എൻ്റെ ലക്ഷ്യം അതല്ല. കാറല്ല എൻ്റെ ലക്ഷ്യം, വീടല്ല എൻ്റെ ലക്ഷ്യം, നല്ല ആരോഗ്യമല്ല എൻ്റെ ലക്ഷ്യം. ഇതൊക്കെ കിട്ടിയാൽ സ്തോത്രം. പക്ഷേ എൻ്റെ ലക്ഷ്യം എൻ്റെ അപ്പച്ചൻ്റെ കൂടെ ഇരിക്കണം. അതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണമേ, അപ്പച്ചൻ്റെ കൂടെ ഇരിക്കാൻ. ആര് പറയും, അപ്പച്ച ഇന്നു മുതൽ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം, നിന്നിൽ നിന്ന് അകന്നു പോകത്തില്ല, പാപം ചെയ്ത് ഞാൻ നിന്നെ വേദനിപ്പിക്കത്തില്ല. അപ്പച്ച ഇന്നു മുതൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. ആര് പറയും? ഇന്നു മുതൽ അപ്പച്ചൻ പറയുന്നതെല്ലാം അനുസരിക്കാം എന്ന് വാക്ക് പറയുന്നവർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആര് പറയും? മാനസാന്തരപ്പെട്ടവർ, മാനസാന്തരപ്പെടാത്തവർ, മുടിയനായ പുത്രൻ വീട്ടിനകത്തായിരിക്കുന്ന സുവിശേഷ വേലക്കാർ ആര് പറയും? എൻ്റെ അപ്പച്ചൻ പറയുന്നതെല്ലാം ഇന്നു മുതൽ അനുസരിക്കുവാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവർ കണ്ണുകളടയ്ക്കാം. അങ്ങനെ പറയുന്നവർ നെഞ്ചത്ത് കൈവയ്ക്കാം. എൻ്റെ അപ്പച്ചൻ പറയുന്നതെല്ലാം ഇന്നു മുതൽ ഞാൻ അനുസരിക്കും എന്ന് പറയുന്ന മുടിയനായ പുത്രൻ, എന്ന് പറയുന്ന പിന്മാറ്റക്കാരൻ, എന്ന് പറയുന്ന സുവിശേഷ വേലക്കാരൻ, ഞാനും പറയുകയാണ്, അപ്പച്ച ഇന്നു മുതൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ആര് പറയും? അങ്ങനെയുള്ളവർ നെഞ്ചത്ത് കൈവച്ചാട്ടെ. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് നിന്നാട്ടെ. എൻ്റെ ദൈവം എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പറയുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. നീ എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ ഇതാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. സ്വർഗസ്ഥനായ എൻ്റെ ദൈവമേ, നിൻ്റെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കർത്താവെ വെറും ഒരു ചടങ്ങായി പോകരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ ആ വലിയ വീട്ടിൽ വെച്ച് എനിക്ക് സ്ഥലം ഓർമ്മയുണ്ട്, വീട് ഓർമ്മയില്ല, വീട്ടുകാരെ ഓർമ്മയുണ്ട്. കർത്താവെ അവിടെ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ യു ആസ്ക് ഐ വിൽ ഗീവ്. നീ ചോദിക്കുക, ഞാൻ തരാം. നീ പറഞ്ഞാട്ട് ഞാൻ അനുസരിക്കാം. നിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുന്ന ഈ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നു മുതൽ പാപത്തോട് സലാം, ദൈവത്തോട് ചേർന്ന് നടക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടേതായി തീരട്ടെ. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം, അപ്പച്ചൻ്റെ കൂടെ ഇരിക്കുന്ന ജീവിതം, അപ്പച്ചൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഒരു ജീവിതം, വലത്ത് വശത്തിരിക്കുന്ന അനുസരിക്കുന്നതായിട്ടുള്ള ദൈവമായ ജനമായി തീരുവാൻ എൻ്റെ കർത്താവെ നീ അവരെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആരൊക്കെയാണോ രോഗികളായിട്ട് വന്നിരിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ വയറുവേദന മാറട്ടെ, അവരുടെ കാലുവേദന മാറട്ടെ, അവരുടെ തലവേദന മാറട്ടെ, അവരുടെ നടുവേദന മാറട്ടെ, അവരുടെ പൈൽസ് സുഖമുള്ളതായി തീരട്ടെ, അവരുടെ ഹൃദയവേദന മാറി അവർ ആരോഗ്യവും സമാധാനവും സന്തോഷവും ഉള്ളവരായി തീരട്ടെ. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. രോഗശാന്തി പ്രാപിക്കുക, സമാധാനം പ്രാപിക്കുക, വീട്ടിൽ സമാധാനമുള്ളവരായിരിക്കുക, ജോലി സ്ഥലത്ത് അനുഗ്രഹം പ്രാപിക്കുക, അകത്ത് വരുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുക, പുറത്തു പോകുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുക. നിങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. അപ്പച്ചനുള്ളതെല്ലാം നിങ്ങളുടേതാകട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരട്ടെ. കഷ്ടത്തിലും നഷ്ടത്തിലും ഞെരുക്കത്തിലും ദുഃഖത്തിലും താമസിച്ചത് മതി, അതിനകത്ത് ജീവിച്ചത് മതി 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 മതി. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവത്തോട് ചേർന്ന് നടക്കട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ.
അവർ ഭൂമിയിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.